ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു സ്കേറ്റിംഗ് ഷൂവിൻ്റെ വീഡിയോ ആയിട്ടാണ്. അത് ഞാൻ ആദ്യം വാങ്ങിയ സ്കേറ്റിംഗ് ഷൂ ആണ്. ഇത് ജോനെക്സിൻ്റെ ആണ്, ജെ ജോനെക്സ് എന്നതിൻ്റെ പേര്. 72 ആണ് എൻ്റെ വീൽ സൈസ്. അബക്ക് 5 ആണ് ബെയറിങ്. അത് സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അബക്ക് ABC 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പീഡായിരിക്കുള്ളൂ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്കേറ്റിംഗ് ഷൂ ആണ്. ഹാർഡ് ബൂട്ടാണ്, സോഫ്റ്റ് അല്ല, ഹാർഡാണ്. അതുപോലെ വീൽ സൈസ് ചെറുതായിട്ട് വരും, സ്പീഡ് കുറവായിട്ട് വരും, വീഴാൻ സാധ്യത കുറവായിരിക്കും. നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ എപ്പോഴും സ്പീഡുള്ള സ്കേറ്റിംഗ് ഷൂ വാങ്ങരുത്, അപ്പോൾ വീഴാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഈ തുടക്കക്കാര്, ബിഗിനേഴ്സ് ആദ്യം ഇങ്ങനെ കുറഞ്ഞ ഷൂ വാങ്ങിയതിന് ശേഷം സ്റ്റെപ്പായിട്ട് കൂടുതലേക്ക് പോവാം. അപ്പോൾ ഞാനങ്ങനെ ഈ ഷൂകളൊക്കെ വാങ്ങിയത്. ഇത് വില കുറവാണ്, അത് 3000 രൂപ അടുത്തങ്ങോട്ട് വന്നിട്ടുള്ളൂ വില. അപ്പോൾ നിങ്ങൾ ഹാർഡ് ബൂട്ട്, മുതിർന്നവർ, കുട്ടികളുടെ കാര്യമല്ല പറയണം, മുതിർന്നവരുടെ കാര്യം പറയണം. അതുപോലെ ഹെൽമെറ്റ് ഒക്കെ അന്ന് വാങ്ങിയതാണ്. ഈ മോഡൽ ഹെൽമെറ്റായിരുന്നു ഞാൻ വാങ്ങിയത്. ഇത് മതി, തുടക്കക്കാരൻ വീട്ടിലൊക്കെ നമ്മൾ സ്കേറ്റിംഗ് പരിശീലിക്കുകയാണെങ്കിൽ ഇത് മതി. ഇതിൽ നമുക്ക് പരിശീലിക്കാൻ പറ്റും. അതുപോലെ അതിൻ്റെ ബ്രേക്കാണ്. ഇതൊക്കെ ബ്രേക്ക് ഞാൻ തീരെ ഉപയോഗിച്ചിട്ടില്ല. ബ്രേക്ക് ഞാൻ ബ്രേക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ബ്രേക്കുകളൊക്കെയാണ് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പൊ നിങ്ങളും അതുപോലെ പഠിക്കുന്നതാണ് ഇപ്പം നല്ലത്. പിന്നെ രണ്ടാമത് വാങ്ങിയ ബ്രേക്ക് സ്കേറ്റിംഗ് ഷൂ ആണത്, ഐരാവതി എന്ന് പറയുന്നത്. ഇതിൻ്റെ വീൽ സൈസ് 85 ആണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്കേറ്റിംഗ് ഷൂ ആണ്. പിന്നെ ഇതിന്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ബൂട്ടായിരുന്നു, സോഫ്റ്റാണ്. നമ്മൾ ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അമരും, വെയിറ്റ് കുറവാണ്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇത് സൈഡിലേക്ക് ചരിയാൻ തുടങ്ങി. അതായത് നമ്മൾ സ്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡ് അങ്ങനെ വരാനായിട്ട് എനിക്ക് തോന്നി. അതിനുശേഷമാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇപ്പൊ കാലേ കിടക്കുന്നത് MF 500 ആണ്. ഇത് നല്ല സ്കേറ്റിംഗ് ഷൂ ആണ്. ഓക്സലർ MF 500 നല്ല സ്കേറ്റിംഗ് ഷൂ ആണ്. റേറ്റ് കൂടുതലാണ്, വില റേറ്റ് കൂടുതലാണെങ്കിലും സ്കേറ്റിംഗ് ഷൂ നല്ലതാണ്. അപ്പൊ തുടക്കക്കാര് നിങ്ങൾ കുറഞ്ഞ സ്കേറ്റിംഗ് ഷൂവും ഇതുപോലുള്ള ഹെൽമെറ്റും നീ ഗാർഡൊക്കെ ഇങ്ങനെ എടുത്ത് വാങ്ങിയാൽ മതി. കാരണം അങ്ങനെ പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലര് ഇടയ്ക്ക് വെച്ച് നിർത്തും പേടിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞതിൽ തുടങ്ങാം, എന്നിട്ട് സ്റ്റെപ്പായിട്ട് കൂടിയത് വാങ്ങിയാൽ മതി. കുട്ടികൾക്ക് ഒരുപാട് വില കൂടിയത് വാങ്ങിക്കണമെന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ കാല് ഓരോ കൊല്ലം ചെല്ലുന്നോറും വലിയ സൈസ് ആയിക്കൊണ്ടിരിക്കും. അസുഖം ഞങ്ങളിപ്പോൾ ഉള്ളവരെന്ന് പറഞ്ഞാൽ കാലൊന്നും ഒരു 21 വയസ്സ് വരെയൊക്കെ ഉണ്ടാക്കിയാണെന്ന് കൈകാലുകളുടെ ഒക്കെ വളർച്ച. അപ്പൊ മുതിർന്നവര് വില കൂടിയ സ്കേറ്റിംഗ് ഷൂ ഇങ്ങനെ മേടിക്കാം. നല്ല സ്കേറ്റിംഗ് ഷൂ ആണ്. അപ്പൊ അതിനുശേഷം ഞാൻ വാങ്ങിയ ഒരു സ്കേറ്റിംഗ് ഷൂ ആണ് MF 900. ഇത് വാങ്ങാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റോഡിൽ സ്കേറ്റ് ആയപ്പോൾ മറ്റേ ചെറിയ വീലാണല്ലോ, 80 mm ആണ്. MF 500 എൻ്റെ കാലം കിടക്കുന്നത് 80 mm ആണ് വീൽ സൈസ്. ഇത് 110 mm ആണ്. ഷോക്ക് അബ്സർ ഉണ്ട്, ഷോക്ക് അബ്സർ ഇതിനുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ജസ്റ്റ് ഒരു പേരിന് ഉള്ളൂ, അല്ലാതെ അതിനൊന്നും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.
രണ്ടിനും റോഡിൽ സ്കേറ്റ് ചെയ്യുമ്പോൾ ജർക്കിംഗ് ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. പിന്നെ കുറച്ച് സ്കേറ്റ് ചെയ്യാൻ നല്ലത് റോഡിലൊക്കെ ഇത് തന്നെയാണ്, MF900 ആണ് നല്ലത്. ഇതിന്റെ വീൽ സൈസ് 110 ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ ഫ്രെയിം സൈസ് 247 mm ആണ്. അതായത് 6 സൈസാണ്. സൈസ് അനുസരിച്ച് ഈ ഫ്രെയിം സൈസിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഓരോരുത്തരും സ്കേറ്റിംഗ് ഷൂ വാങ്ങുമ്പോൾ അവരുടെ അഭിരുചി അനുസരിച്ച് വാങ്ങാൻ ശ്രമിക്കുക. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ വാങ്ങിയത് ഇതാണ്, ഫോൾഡബിൾ. അതായത് നടക്കാൻ ഉപയോഗിക്കുന്നത് വീല് ഫോൾഡബിൾ ആണ്. വീലുള്ളിലേക്ക് നമുക്ക് ഇടുകയും ചെയ്യാം. അതുപോലെ ഇത് നടക്കാൻ പുറത്തേക്ക് പോകുമ്പോൾ നടക്കുകയും ചെയ്യാം, സ്കേറ്റ് ചെയ്യുകയും ചെയ്യാം. പക്ഷെ ഇതിനുള്ള പ്രത്യേകിച്ച് എന്താ കഴിഞ്ഞാൽ നല്ല ലെവലായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ഇത് സ്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വീല് വളരെ ചെറിയ വീലാണ്. ഇതുണ്ടോ, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ നീ വരും. ഇതെല്ലാം പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. താഴെ കാലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യേണ്ടത്. ഇത് പിന്നെ ലൈറ്റുകളൊക്കെ ഉണ്ട്, എല്ലാ സൈസ് ലൈറ്റും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. 7 കളറില് ലൈറ്റുകൾ വരുന്നുണ്ട്. ഇങ്ങനെ ഫ്ലാഷ് ചെയ്തോണ്ടിരിക്കും. ഈ കളറിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെയിറ്റ് കുറവതിന്. മറ്റേ ഓക്സലോ 900ഉം 500-നൊക്കെ വെയിറ്റ് കൂടുതലാണ്. ഇതിന് വെയിറ്റ് കുറച്ച് കുറവാണ്, നടക്കാൻ കൂടി ഉള്ള ടൈപ്പാണ്. പിന്നെ പലർക്കുള്ള സംശയമാണ് ഈ വള്ളി എന്തിനാണെന്നുള്ളത്. സ്ട്രാപ്പ് കൊടുത്ത് ചെയ്യുന്നത് നമുക്ക് ഇങ്ങനെ തൂക്കി പിടിക്കാം, രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ തൂക്കി പിടിക്കാം. അതുപോലെ വേറൊരു ഇത് കൂടെ ഉണ്ട് ഇതിന്. ഇത് രാത്രിയൊക്കെ നമ്മൾ വെളിച്ചം കുറഞ്ഞ സ്ഥലത്തൊക്കെ സ്കേറ്റ് ചെയ്യണം, ഇത് റിഫ്ലക്ട് ചെയ്യും. ഇത് ഈ പുറയിൽ വരുന്ന വണ്ടി ഇതിലേക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ഇത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗുണമുണ്ട് ഈ സ്ട്രാപ്പ് കൊണ്ട്. അത് ഈ ഓക്സലോടെ ഷൂവിന് മാത്രമേ കണ്ടുള്ളൂ. ഇതിനും ഉണ്ട് അതുപോലെ ബാക്കിൽ സ്ട്രാപ്പ് കൊടുത്തുണ്ട്. വേണ്ട, ഇപ്പൊ ഹെൽമെറ്റും ഇതൊക്കെ ഇതൊരു നല്ല ഹെൽമെറ്റാണ്. ബാൻ റൈസൽ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ, വെയിറ്റ് വളരെ കുറവാണ്. ഇതിന്റെ ബാക്കിൽ വേണമെങ്കിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യാം. വില കൂടുതലാണ്, അത് 3000 രൂപയുടെ അടുത്താണ്ട് ഇതിന്റെ വില വന്നായിരുന്നു. അപ്പൊ തൽക്കാലം നിങ്ങൾ കുറഞ്ഞ മേടിച്ച് ഇതുപോലുള്ള ഷൂ ഒക്കെ മേടിച്ച് വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ച് സ്കേറ്റിങ് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും കുറഞ്ഞ ഓക്സലോടെ 2000 രൂപയുടെ അതിൽ താഴെ കിട്ടും. അത് വാങ്ങിച്ചു കൊടുക്കാം. ഇപ്പൊ സ്കേറ്റിംഗ് ഷൂവിനെ കുറിച്ച് എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ തുടർ വീഡിയോകളായിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.